ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിലെ പ്രഗത്ഭനായ കറണ്ട് അഫെയർ അധ്യാപകനായ, കറണ്ട് അഫെയർ മാത്രമല്ല ആർട്ട് ആൻഡ് കൾച്ചർ തുടങ്ങിയ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന അസാമാന്യ പ്രതിഭയായ കേരളത്തിന്റെ രോമാഞ്ചകഞ്ചുകമായ മല്ലയ്യാണ് സുഹൃത്തുക്കളെ. സ്വാഗതം മല്ലയ്യ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അശ്വമേധത്തിന്റെ നിയമാവലികൾ അറിയാത്തവർക്കായി ഒന്നുകൂടി പറയുകയാണ്. മല്ലയ്യ ഒരു വ്യക്തിയെ വിചാരിക്കുന്നു. ആ വിചാരിച്ച വ്യക്തി ആരാണെന്ന് ചുരുക്കം ചില ചോദ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് എസ് അല്ലെങ്കിൽ നോ എന്ന്, അതെ അല്ലെങ്കിൽ അല്ല എന്ന് ഉത്തരം മല്ലയ്യക്ക് പറയാവുന്നതാണ്. താങ്കൾ ഒരു വ്യക്തിയെ വിചാരിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ശരിയല്ലേ? അതെ. എങ്കിൽ പിന്നെ നമുക്ക് ഗെയിമിലേക്ക് പ്രവേശിക്കാം. മല്ലയ്യ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾ വിചാരിച്ച വ്യക്തി ഇന്ത്യക്കാരനാണോ? ഇന്ത്യക്കാരൻ അല്ല. ഇന്ത്യക്കാരനല്ല? അല്ല. യെസ്. അപ്പോൾ അദ്ദേഹം ഒരു പുരുഷനാണോ? പുരുഷനാണ്. പുരുഷനാണ്. 50 വയസ്സിന് മുകളിൽ പ്രായം? 50 വയസ്സിന് ഈ കഴിഞ്ഞ ചിങ്ങം കഴിഞ്ഞപ്പോ ഉറപ്പിക്കാവോ? 50 വയസ്സിന് മേളിൽ പ്രായമുണ്ട്? ഉണ്ട്. കല, സാംസ്കാരികം, സാഹിത്യം, രാഷ്ട്രീയം ഈ മേഖലയാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല? ഇതിലും ഉണ്ട്. ഈ മേഖലയിലുണ്ട്. ഇതിലുണ്ട്. ഉണ്ട്. ഇതിലുണ്ട്. ഉണ്ട്. കല, അല്ല. രാഷ്ട്രീയം. രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല. യെസ്, രാഷ്ട്രീയ മേഖല. അദ്ദേഹം ഒരു നോർത്ത് കൊറിയക്കാരനല്ലേ? അല്ല. റഷ്യ? റഷ്യനല്ല. അമേരിക്കക്കാരൻ? അമേരിക്കക്കാരനാണ്. അമേരിക്കനാണ്. രാഷ്ട്രീയം? രാഷ്ട്രീയം. 50 വയസ്സിന് മുകളിൽ പ്രായം. യെസ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി അല്ലേ അദ്ദേഹം? ജീവിച്ചിരിപ്പുണ്ട്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തനിക്ക് വേണമെന്ന് വാശി പിടിച്ച ഡൊണാൾഡ് ട്രംപ് അല്ലേ നിങ്ങൾ വിചാരിച്ച വ്യക്തി? അല്ല. 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 അതാണ് ഞാനും പറഞ്ഞു വന്നത്. പുള്ളിയല്ല. പുള്ളിയാവാൻ വഴിയില്ല. ട്രംപ് അല്ല. അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പല കരാറുകളും ഇന്ത്യയുമായി ഒപ്പുവെച്ചിട്ടുമുള്ള ആളാണ്. ഒപ്പുവെച്ചിട്ടുണ്ട്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മേടിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമയല്ലേ നിങ്ങൾ വിചാരിച്ചത്? അല്ല. ഒന്നെങ്കിൽ ഒബാമ അല്ലെങ്കിൽ മസ്കിന് ഏത് പാർട്ടി? എടാ, മസ്കിന്റെ പുതിയ പാർട്ടി രൂപീകരിച്ചില്ലേ? മസ്കേട്ടൻ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടിയാണ് അമേരിക്ക പാർട്ടി. അപ്പൊ ഇനി എലോൺ മസ്കും രാഷ്ട്രീയത്തിൽ വരാൻ ചാൻസ് കൂടുതലാണ്. മിക്കവാറും ഒരു 4 വർഷമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഒരു പക്ഷേ മസ്കേട്ടനാവാൻ ചാൻസ് ഉണ്ട്. നൈസ് പണിയാതുണ്ട്. ഞാൻ ഒരാളെ കൂടി ചിന്തിക്കാം. നീ കണ്ടുപിടിക്കോ? നീ ഒരാളെ വിചാരിച്ച് നീ തന്നെ കണ്ടുപിടിച്ച